അറിയപ്പെടുന്നു. Return to the book of Job. 29 അധ്യായത്തിലേക്ക് ശ്രദ്ധ യോബിന്റെ പുസ്തകം 29. The book of Job chapter 29 and we will go to verse 6. யோபிന്റെ புஸ்தகம் 29. என் பாதங்களை நான் நெய்யினால் கழுவினேன், கண்மலையிலிருந்து எனக்காக எண்ணெய் நதி போல் ஓடி வந்தது. அந்த செல்வ நாட்டில் சீர் இப்போது இருந்தால் நலமாயிருக்கும். ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി നദികളെ അവിടെ നദികളെ ഒഴുക്കി തന്നു ഒരു വാക്യം. പാറ എനിക്ക് തൈല നദികളെ ഒഴുകി. എവിടെ നിന്നാണ് നദികൾ ഒഴുകുന്നത്? പാറയിൽ നിന്നാണ് നദികൾ. ഏത് പാറയിൽ നിന്നാണ് നദികൾ ഒഴുകിയത്? ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് തൈല നദികൾ ഒഴുകി. ഒരു നദിയല്ല. It's written about a bunch of rivers that flowed from the rock. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് ഒരു നദിയല്ല, ഒരു പറ്റം നദികൾ ഒഴുകിയതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് നദികളാണ് ഇവിടെ ഒഴുകപ്പെട്ടത്? എന്ത് തൈല നദികൾ എന്താണ്? ആ തൈല നദികൾ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ we will have to go to the verse 1. 29 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. യോബ് ഇത് പറയുമ്പോൾ അവൻ കഷ്ടതയുടെ നടുവിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. He is looking backwards. പണ്ടത്തെ നാളുകളിലെ പോലെ. It means താൻ എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു, what type of blessings he was in. അവൻ എപ്രകാരം ഒരു അനുഗ്രഹത്തിലാണ്, താൻ എങ്ങനെ അനുഗ്രഹം പ്രാപിച്ചുവെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അയ്യോ പണ്ടത്തെ നാളുകളിലെ പോലെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. സോ he is speaking about something in the past. അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ആയിരുന്നു കൊള്ളാമായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ വീട്ടിൽ കൂടെ നടന്നു. 1-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു. 1-ാമത്തെ വാക്യം. ദൈവം എന്നെ കാത്തുപോന്ന നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. 1-ാമത്തെ നദിയുടെ പേരെന്ന് പറയും ദൈവം എന്നെ. That means we can call it as a divine protection. ദൈവം എന്നെ കാത്തുപോന്ന നാളുകൾ. അപ്പം 1-ാമത്തെ നദി എന്ത് നദിയായിരുന്നു? It is a river of divine protection. You go to the next verse. കാത്തുകൊണ്ടിരുന്ന നാളുകളെ പോലെ ആയിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഇരുട്ടിൽ കൂടെ നടന്നു. ആ നദിക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാൻ പറ്റും? ഡിവൈൻ ഗൈഡൻസ് അല്ലേ? അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിലൂടെ ഐ നാവിഗേറ്റഡ് ത്രൂ ദ ലൈറ്റ്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഡിവൈൻ ഗൈഡൻസ്. 2-ാമത്തെ നദിയുടെ പേരെന്താണ്? ഡിവൈൻ ഗൈഡൻസ്. Go to the next verse. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സത്യത ഉണ്ടായിരിക്കും. സർവശക്തൻ എന്നോട് കൂടെ വസിക്കുന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയുണ്ട്. സർവശക്തനോട് എന്നോട് കൂടി ഇരിക്കുന്നെങ്കിൽ 3-ാമത്തെ നദിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരാണ് there was divine presence within him. എന്റെ കൂടാരത്തിനകത്ത് എന്തുണ്ടായിരുന്നു? Divine presence. So ഒന്ന്, divine protection was there. Second is they had divine guidance was there. 3-ാമത് divine protection was there. 4-ാമത്തെ നദിയെ നോക്കി. എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്താൽ എന്റെ ശുഭകാലത്തെ പോലെ എന്റെ മക്കൾ എല്ലാം എനിക്ക് ചുറ്റുമുണ്ട്. സാറേ ബാക്കി എല്ലാ നദികളും ഒഴുങ്ങിയെങ്കിലും എന്താ ഈ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റുമെന്ന് പറഞ്ഞാൽ does that make any sense? എന്തോ മക്കളെല്ലാം എന്റെ മേശയ്ക്ക് ചുറ്റും, അതിന്റെ അർത്ഥം എന്താ? മക്കൾ മേശയ്ക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിനകത്ത് എന്തോ ഉണ്ട്. There is divine peace. ബാക്കി എല്ലാ നദിയും ഉണ്ട്, പക്ഷെ മക്കളൊന്നും മേശയ്ക്ക് ചുറ്റുമില്ല.
ഇവിടെ പറയുന്നു മക്കൾ മുഴുവൻ എന്റെ മേശയ്ക്ക്. അതിന്റെ അർത്ഥം വീട്ടിനകത്തുകൊണ്ട് സമാധാനമുണ്ട്. So we will call that word as a divine peace. ഓക്കെ, ദൈവത്തിന്റെ നദി ഒഴുകുമ്പോൾ പാക്കേജുകളിലാണ് ശ്രദ്ധിച്ചു നോക്കിയേ. ഒത്തിരി സാമ്പത്തികമായി ദൈവം അങ്ങ് അനുഗ്രഹിച്ചെന്ന് വെച്ചു, പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. ഇനി ആരോഗ്യം സാമ്പത്തികമുണ്ട്, മക്കളൊന്നും ഗുണപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ടും വലിയ കാര്യമില്ല. So every time when God blesses, the blessings comes in a package. സമാധാനം ഉണ്ടാകും, അതിനകത്ത് സൗഖ്യമുണ്ടാകും, അതിനകത്ത് നന്മകളും ഉണ്ടാകും. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നാണ്. So we want to go a little bit more deeper. കുറച്ചുകൂടെ നമ്മൾ താപ്പോട്ടൊന്ന് ഇറങ്ങിച്ചിരിക്കാം. ഈ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എപ്പോഴാണെന്നറിയാമോ ഈ നദികൾ ഒഴുകാൻ തുടങ്ങിയത്. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഫസ്റ്റ് വേഴ്സ്. അയ്യോ പിന്നെയും ആറാമത്തെ വാക്യം. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് See, if you go to an English translation, it is more clearly, it is written, when I drenched my feet in the butter. Some translation call it as a cream. അപ്പം ഞാൻ എന്റെ കാലിനെ വെണ്ണയ്ക്കകത്തോട്ട് മുക്കിയപ്പോഴാണ് ഈ നദികൾ പാറയിൽ. അപ്പം എന്റെ ചോദ്യം വരുന്നത് ഇവിടെയാണ്, യോബ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് വെണ്ണയ്ക്കകത്ത. യോബ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് വെണ്ണയ്ക്ക്, ബട്ടറിനകത്ത യോബ്. ന്യായമായ ഒരു ചോദ്യം വരും, എവിടുന്നാ ഈ ബട്ടർ കിട്ടുന്നത്? യോബ് നിൽക്കുന്നത് വെണ്ണയ്ക്കകത്താണ്. വെണ്ണയ്ക്കകത്ത് നിൽക്കുമ്പോൾ നദി ഒഴുകാൻ തുടങ്ങി. എവിടെ നിന്ന് ഒഴുകാൻ തുടങ്ങി? ക്രിസ്തുവാകുന്ന പാറയിൽ ഒഴുകുവാൻ. That is an automatic process. He did not cry out to the rock. റോക്കിനോട് കരഞ്ഞില്ല ഈ നദി എന്റെ മേൽ ഒഴുകണമെന്ന്. It was natural to him to step into the butter. Immediately the rock started to go. Amen. Hallelujah. What is this butter? From where do you get this butter? എവിടെ നിന്നാണ് ഈ ബട്ടർ കിട്ടുന്നത്? Actually we get it from milk. പാലിലല്ലേ വെണ്ണ കിട്ടുന്നത്. You extract butter from the milk. So now the question comes up, what is milk? എന്താ ഈ പാലെന്താ? ഒരാൾ പറഞ്ഞു കടയിൽ മേടിക്കാൻ കിട്ടുന്നത്, ചിലർ പറയും പശുവിന്റെ പാല. ദൈവവചനമെന്ന, അപ്പം ഈ പാലിനകത്ത് എന്തോ ഉണ്ട്? യോബ് പാലിനകത്തല്ല, യോബ് നിൽക്കുന്നത് വചനം കടഞ്ഞു ലഭിക്കുന്ന ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് തൈല നദികൾ. എവിടെ ഏത് വ്യക്തി, ഏത് കുടുംബം അവൻ ദൈവവചനം കടന്ന് ലഭിക്കുന്ന മർമ്മത്തിനകത്തേക്കാണ് നദി ഒഴുകുന്നത്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ദൈവസഭ ചുവട് വെച്ചാൽ പാറയിൽ നിന്ന് നദി ഒഴുകും. ആ ഒരു വേ ആയിരിക്കും ഞാൻ മുമ്പോട്ട് പോകുന്നത്. സോ ഹൗ ഡു യു എക്സ്ട്രാക്ട്? കുറച്ച് സ്പീഡിൽ എനിക്ക് പോകേണ്ടി. ഞാൻ വിചാരിക്കുന്നത് ഈ ചില ടൈമിൽ വചനത്തിന്റെ ശുശ്രൂഷകന്മാർ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ടൈം കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയും, ബാക്കി എല്ലാം കട്ട് ഷോട്ട് ചെയ്ത് എന്ത് ചെയ്യണം? നോർമൽ ശുശ്രൂഷകന്മാർ വരുമ്പോൾ അവരത് ഒരു സാക്ഷ്യവും പറഞ്ഞ് അതും പറഞ്ഞ് അതൊക്കെ അവർക്ക് മതി. പക്ഷേ വെൻ എന്താ പറയുന്നത്, ഈ there are teaching priests. ഈ ടീച്ചിങ് പ്രീസ്റ്റിന്റെ മാൻറ്റിലുള്ളവർ വരുമ്പോൾ you should give maximum time. അതിന്റെ അർത്ഥം അന്ന് മുതലെടുത്തോളം, പിന്നീട് അവരെ കൈ കിട്ടണമെന്നില്ല. Okay, let me go further. How do you extract this butter out of this milk? എങ്ങനെയാണ്? ഇതിനകത്ത് എന്തോ ഉണ്ട്? No, this is milk. Amen. You read from the book of Genesis to the Revelation, you get milk. Amen.
നത്തിങ് മോർ. സ്തോത്രം. മിൽക്ക്. എല്ലാ കഥകളും അറിയാം. ദാവീദിന്റെ കഥ അറിയാം, ഏലിയാവിന്റെ കഥ അറിയാം, ഉപമകളെ അറിയാം. ദാറ്റ്സ് ഓൾ മിൽക്ക്. എന്റെ വാക്യം കിടക്കട്ടെ. യഹോവ ബലം ദൈവത്തിനുള്ളത്. യഹോവ ഒരിക്കൽ സംസാരിച്ചു. സ്തോത്രം. ഒന്നാമത് കേൾക്കുന്ന മുഴുവൻ കഥയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. I had to hear it for the second time. സ്തോത്രം. എത്ര പേർക്ക് ഇത് മനസ്സിലായത്? ആമേൻ. ഹല്ലേലൂയ. There is second saying. ഞാൻ രണ്ടാമത് കേൾക്കണം. ആമേൻ. സ്തോത്രം. യോബ് വെണ്ണയ്ക്കകത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ രണ്ടാമത് കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കടഞ്ഞ് ലഭിക്കുന്ന വെണ്ണയ്ക്കകത്താണ് ആര് നിൽക്കുന്നത്? എങ്ങനെ? ഹൗ ഡു യു എക്സ്ട്രാക്ട് ദിസ് ബട്ടർ? സ്തോത്രം. അതിന് ഒന്ന് എന്തുകൊണ്ടായി കടയുന്ന? എന്തുകൊണ്ടാണ് കടയുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു സാധനമുണ്ട്. കടയാൻ ഉപയോഗിക്കുന്നതിന്റെ പേരാണ് മത്തം. സ്തോത്രം. ഇപ്പം 100 ഗ്രാം ബട്ടറിന് എത്ര ലിറ്റർ പാല് കടയണം? ഇവിടെ ആര് കടന്നിട്ടുണ്ടല്ലോ? ഇത് ഈ വെണ്ണ എന്നെ സന്തോഷിപ്പിച്ച വാക്യം തപ്പാൻ ബൈബിൾ തുറന്നാൽ കിട്ടുന്നതല്ല. ആമേൻ. സ്തോത്രം. ശ്രദ്ധിച്ചോ. കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ സ്തോത്രം. കുടുംബ പ്രാർത്ഥന ഏതാ? ഇന്ന് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം വായിക്കും. മർക്കോസിന്റെ 2 അധ്യായം വായിച്ചു. പിറ്റേന്ന് ആണ് ചിന്തിച്ചത് ഇനി മത്തായി പിണങ്ങിയാലോ. പിറ്റേന്ന് ആരെ വായിച്ചു? അങ്ങനെ ഇരുന്നപ്പോഴാണ് തോന്നുന്നത് ഇനി മോശയെ പിണക്കണ്ട. എങ്കിൽ പിന്നെ ഉൽപ്പത്തിന്നോ സാറേ അങ്ങനെ വായിച്ചാലോ, സന്തോഷിപ്പിച്ച വായിച്ചാലോ, അവിടുന്ന് കിട്ടുന്ന വാക്യം വായിച്ചാലോ ഒന്നും വിശ്വാസത്തോടെ വേറിട്ടിരുന്ന് നടന്നാ മതി. കുറച്ചുകൂടെ സ്തോത്രം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കഥാപാത്രത്തെ കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ക്രിപ്ചറിലേക്ക് പോകാം. രക്തസ്രാവമുള്ള ഒരു സ്ത്രീയാണ് അല്ലെ? രക്തസ്രാവമുള്ള സ്ത്രീയുടെ കഥ നമുക്കറിയാം. അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അതിന്റെ അർത്ഥം she did not touch Jesus, neither his cloth, but the tassel of his garment. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എവിടാ തൊട്ട് സൗഖ്യം പ്രാപിച്ചത്? വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അപ്പം യേശുവിന്റെ വസ്ത്രത്തിന് എന്തുണ്ടായിരുന്നു? യേശുവിന്റെ വസ്ത്രത്തിന് എന്തുണ്ടായിരുന്നു? തൊങ്ങൽ. എന്തുവാ ഈ തൊങ്ങൽ? എന്തുവാ? നെക്കാട്ടിലും ഈ ഷോളിന്റെ അറ്റത്തൊക്കെ ഉണ്ട്. ആ വെള്ള ഷോളിന്റെ അറ്റത്തൊക്കെ നൂല് കൊണ്ട് അത് തന്നെയാണ്. ഒന്ന് കണ്ടിട്ടില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ യേശുവിന്റെ വസ്ത്രത്തിൽ എന്തുണ്ടായിരുന്നു? തൊങ്ങലുണ്ടായി. അപ്പം അപ്പം യേശുവിന്റെ വസ്ത്രത്തിന്റെ അപ്പം ഒരു കാര്യം മനസ്സിലാവും. ഈ തൊങ്ങലുണ്ടായിരുന്നെങ്കിൽ യേശു ഫാഷൻ വിരോധിയൊന്നും ആയിരുന്നോ? അല്ല. ഇനിയിപ്പോ ആരെങ്കിലും ചോദിക്കാം, പെന്തക്കോസ്തുകാർക്ക് ഇത്ര ഫാഷൻ വല്ലോ ആകാമോ ഇത്ര ഇടുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്താൽ നമുക്കിപ്പോ ഒരു വാക്യം കിട്ടി. എന്തുവാ? യേശുവിന്റെ വസ്ത്രത്തിന് എന്തുകൊണ്ടാണ്? തൊങ്ങലുള്ളതൊക്കെ കൊണ്ടാണ് യേശു. എന്തിനാ ഈ തൊങ്ങൽ യേശുവിന്റെ വസ്ത്രത്തിൽ വെച്ചത്? ശ്രദ്ധിച്ചേ. ഫാഷന് വേണ്ടിയായിരുന്നു. Why was the tassel? Why was there the tassel in his garment? എന്തിനായിരുന്നു യേശുവിന്റെ വസ്ത്രത്തിന്റെ കോണ്ടലക്കിൽ തൊങ്ങൽ ഉണ്ടാക്കിയത്? ഈ തൊങ്ങലാണ് നമ്മൾ തൊട്ടത്. ഇത് ഫാഷന് വേണ്ടിയല്ലായിരുന്നു, മറിച്ച് ഇതൊരു ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. വസ്ത്രത്തിന്റെ കോന്തലക്കൽ എന്തുകൊണ്ടാകണം? തൊങ്ങലുണ്ടാകണം. ഇടയ്ക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചു.
നമ്മൾ കുറച്ച് സീരിയസ് ആയ ഒരു മാറ്ററിലേക്ക് പോവുകയാണ്. സംഖ്യാപുസ്തകം 15. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പ് ഈ ഉണ്ടാക്കുകയും പൊടിപ്പും തൊങ്ങലും എല്ലാം ഒന്ന് തന്നെ. വസ്ത്രത്തിന്റെ കോൺതലയ്ക്കൽ എന്തുണ്ടാക്കണം? പൊടിപ്പുണ്ടാക്കുകയും കോൺതലയ്ക്കിലെ പൊടിപ്പിൽ നീല ചരട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരിസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകം എന്ന് പറഞ്ഞാൽ എന്താ? ആ പൊടിപ്പ് എന്ന് ജ്ഞാപകം എന്ന് പറഞ്ഞാൽ അടയാളം. അപ്പം ഈ പൊടിപ്പിനൊരു പെർപ്പസ് ഉണ്ടായിരുന്നല്ലേ? എന്തിനായി പൊടിപ്പുണ്ടാക്കാൻ പറഞ്ഞത്? യഹോവയുടെ കൽപ്പനയായിരുന്നു വസ്ത്രത്തിന്റെ കോൺതലക്കിൽ എന്ത് ചെയ്യേണ്ടത്? പൊടിപ്പുണ്ടാക്കി. വാട്ട് വാസ് ദ പെർപ്പസ്? എന്തായിരുന്നു പെർപ്പസ്? ഈ പൊടിപ്പ് എന്തിനെയാ പ്രതിദാനം ചെയ്യുന്നത്? നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിക്കേണ്ടത്. അപ്പൊ പൊടിപ്പ് എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? ദൈവത്തിന്റെ വചനത്തെ പ്രതിദാനം ചെയ്യുന്നു. So what does this tassel represent? The tassel represent the very word of God. എനിക്ക് നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയി. അപ്പൊ അങ്ങനെയെങ്കിൽ രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ പൊടിപ്പിൽ തൊട്ടപ്പോൾ എവിടെയാ തൊട്ടത്? വചനത്തിലാ തൊട്ടത്. അങ്ങനെയെങ്കിൽ ദൈവജനത്തിന്റെ വിടുതൽ എവിടെ ഇരിക്കുന്നത്? വചനത്തിനകത്താണ്. Deliverance in the word of God. യേശുവിനെ അല്ല തൊട്ടേ, യേശുവിന്റെ വസ്ത്രത്തിലല്ല തൊട്ടത്, യേശുവിന്റെ വസ്ത്രത്തിന്റെ പൊടിപ്പിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ അവൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ തൊട്ടു. ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? അതിനകത്ത് പഞ്ചഗ്രന്ഥങ്ങളുണ്ട്. There are statutes of God, ordinance of God, commandments of God, protocols of God. പ്രവചന പുസ്തകങ്ങളുണ്ട്, കാവ്യ പുസ്തകങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ വചനത്തിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ അവൾ എവിടെയായിരിക്കും തൊട്ടത്? വചനത്തിനകത്തെ വാഗ്ദത്തത്തെ. ഇനി വാഗ്ദത്തം എന്തെല്ലാം കാര്യത്തിലുണ്ട്? ഇനി അതല്ല, ഏത് വിഷയത്തിനാ വാഗ്ദത്തം ഇല്ലാത്ത? കടഭാരം മാറ്റാൻ വാഗ്ദത്തമില്ലേ? ഉയർത്താമെന്ന് വാഗ്ദത്തമില്ലേ? തലമുറയെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തമില്ലേ? സൗഖ്യമാക്കാമെന്ന് വാഗ്ദത്തമില്ലേ? ഏത് വാഗ്ദത്തതയായിരിക്കും തൊട്ടത്? ഞാൻ സൗഖ്യമാക്കാമെന്ന്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന അവൾ തൊട്ടപ്പോഴാണ് ശക്തി പുറപ്പെട്ടത്. അവൾ വചനത്തെ തൊട്ടു, വചനത്തിനകത്തെ വാഗ്ദത്തത്തെ തൊട്ടു. വാഗ്ദത്തങ്ങൾക്കകത്ത് അവളോടുള്ള ബന്ധത്തിൽ I am the God that healed thee എന്ന പ്രോമിസിനെ അവൾ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. When she touched the very word of God, അപ്പോഴാ ശക്തി പുറപ്പെട്ടത്. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുമ്പോൾ അതേ വസ്ത്രത്തിന്റെ തൊങ്ങൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ തെരുവിൽ കൂടെ അവൻ നടന്നപ്പോൾ ചലിച്ച വസ്ത്രത്തിന്റെ തൊങ്ങൽ ഇന്ന് പകലും നമ്മുടെ മധ്യ ചലിക്കുന്നുണ്ട്. കരത്താൻ കൊടുവാൻ പറ്റുമെങ്കിൽ അവൻ ഒരു സൗഖ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നത്. വീണ്ടും നമ്മുടെ പുതിയ നിയമത്തിലേക്ക് സെയിം തോട്ട്, വീണ്ടും പുതിയ നിയമ ഭാഷ്യത്തിലേക്ക് വരിക. We will turn to the book of 1 Peter. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ഓടി. 1 പത്രോസിന്റെ ലേഖനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. സോറി, 2 Peter ആണ്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഒന്ന് തന്നെ നമ്മൾ യോബിനെ മറക്കരുത്, രക്തസ്രാവമുള്ള സ്ത്രീയെ മറക്കരുത്, സംഖ്യാപുസ്തകം മറക്കരുത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ്. നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷനാണ് വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ ദിവ്യശക്തി ജീവൻ, പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും. That means in English it is written pertaining life and godliness. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു.
ഉപവസിക്കാൻ തരാമെന്നാണോ? പ്രാർത്ഥിച്ചാൽ തരാമെന്നാണോ? ഉപവസിക്കേണ്ടതല്ല. ഞാൻ എല്ലാ വർഷവും 2 നീണ്ട ഉപവാസമുണ്ട്. പ്രാർത്ഥിക്കേണ്ടതല്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കും. സംതിങ് ഇൻ ദ പാസ്റ്റ് ദാനം ചെയ്തിരിക്കുന്നു. ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ഒന്ന് ബയോസ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഐ നീഡ് ഫോർ ദിസ് മെറ്റീരിയൽ ലൈഫ്. ജീവന് വേണ്ടത്, എൻ്റെ ബയോസിന് വേണ്ടത് മെറ്റീരിയൽ ലൈഫ്. അതിനകത്ത് എല്ലാം ഉണ്ട്. അതിൻ്റെ വസ്ത്രമുണ്ട്, എൻ്റെ വാഹനമുണ്ട്, എൻ്റെ ജോലിയുണ്ട്, വാട്ട് എവർ ഐ നീഡ്. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്. ജീവനും സ്പിരിച്വൽ നറിഷ്മെന്റ്, ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്യാമെന്നല്ല, ദാനം ചെയ്തിരിക്കുന്നു. That's settled forever. Amen. Hallelujah. When Jesus died on the cross, He met our all needs in the cross. ഇത് undisputable ആയി എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ there is a mystery. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിരിക്കുന്ന കൈവിടുത്തോളാം. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ അവൻ ദാനം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ എങ്ങനെയാണ്. ഇവിടെയാണ് നമ്മളൊരു കുറച്ചുകൂടെ സീരിയസ് ആയ ഒരു മാറ്ററിലേക്ക് കടക്കുന്നത്. വൺ തിങ് ഇസ് ഓൾറെഡി ബീൻ ഗിവൻ, ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് how it is being given and how to inherit it. രണ്ട് വിഷയങ്ങൾ. ജീവനും ഭക്തിക്ക് വേണ്ടത് അവൻ തന്നിരിക്കുന്നു. അത് എങ്ങനെ തന്നിരിക്കുന്നു അറിയണം. ഞാൻ എങ്ങനെ അതിനെ ഇൻഹെറിറ്റ് ചെയ്യുമെന്നും ഞാൻ പഠിക്കണം. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ തന്നിരിക്കുന്നത്? അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. അപ്പൊ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ എങ്ങനെയാ നൽകിയത്? How did He give us pertaining life and godliness? ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും വാഗ്ദത്തങ്ങളായിട്ടാണ് നൽകിയത്. സാറേ, അത് എക്സ്പീരിയൻസ് ആയിട്ടാണ് നൽകിയത്. He did not give you as experience, but He gave you as promise. അതിന്റെ വ്യത്യാസം എന്താ? സൗഖ്യമായിട്ടല്ല, സൗഖ്യമാക്കാമെന്ന വാഗ്ദത്തമേ നൽകിയിട്ടുള്ളൂ. വ്യത്യാസം മനസ്സിലായിക്കോളാം. ജീവനും ഭക്തിക്കും വേണ്ട നമുക്കിതിന്റെ വ്യത്യാസം മനസ്സിലാകാത്തോണ്ടാണ് ഈ പ്രശ്നം നടക്കുന്നത്. He gave us everything, but that's all in promise. That's not in experience. I should learn to bring that promise into my experience. Amen. ഒന്നുകൂടെ ഒരു സമയമില്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ മാസത്തെ ശമ്പളം എനിക്ക് ചെക്കായിട്ട്. ഫോർ എക്സാമ്പിൾ, ഐ എം വർക്കിംഗ്. ഞാൻ നാട്ടിലായിരിക്കുന്നു, ഞാനൊരു കമ്പനി ജോലി ചെയ്യുന്നു. എനിക്ക് സാലറി 50,000. സോ ഐ ഗോട്ട് മൈ പേ ചെക്ക് 50,000 പേ ചെക്കായിട്ട്. എൻ്റെ സ്ഥലം പുനലൂരാണ്. അങ്ങനെ എൻ്റെ ഭാര്യ പറഞ്ഞു, വീട്ടിൽ തേങ്ങയില്ല. അപ്പോൾ ഞാൻ പേ ചെക്കും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി? ബാങ്കിൽ പോയില്ല, ചന്തയ്ക്ക് പോയി. ചന്തയ്ക്ക് പോയപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് തേങ്ങ വീട്ടിൽ. അമ്മച്ചിയോട് ചോദിച്ചു, തേങ്ങയ്ക്ക് എത്ര രൂപ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു 40 രൂപ. ഞാൻ എന്ത് ചെയ്തു? ചെക്ക്. അമ്മച്ചി എന്താ പറയും? മോനെ, ഈ വയസ്സാങ്കാലത്ത് എന്തിനാ എന്നെ കളിപ്പിക്കുന്നത്? തേങ്ങ തരുമോ എനിക്ക്? ഞാൻ എന്ത് ചെയ്യണം? Is that check a valid check? Yes, it's a valid check. But with that check, I cannot buy the tenga. I have to take it to the bank, encash it, bring a change and pay that vendor. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ ചെക്കുകളായിട്ടാണ്. Every deliverance is given to you by check. Every promise comes to you by check. If you don't learn how to encash it, നിങ്ങളത് എങ്ങനെ മാറണമെന്ന് പഠിച്ചില്ലെങ്കിൽ ഒരുപാട് രൂപയുടെ ചെക്ക് പൈസകളേക്കാം. പക്ഷെ മാറാൻ അറിയത്തില്ലെങ്കിൽ
ഞാൻ പട്ടിണി കിടന്ന് ചാവും. ആമേൻ. ഹല്ലേലൂയ. I will starve to death. എനിക്ക് വേണമെങ്കിൽ ആ ചെക്ക് അവിടെ കൊണ്ടുവെക്കാം, തലണക്കിടെ കൊണ്ടുവെക്കാം. എനിക്ക് പറഞ്ഞൂടെ 1 കോടി രൂപ എന്റേതാണ്, എന്റെ കയ്യിലുണ്ട്. യെസ്, ലെജിറ്റിമേറ്റ്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ മകനും മകളുമായപ്പോൾ ഐ ആം ദ ലെജിറ്റിമേറ്റ് ഹയർ ടു ദിസ് പ്രോമിസ്. ചെക്ക് കിട്ടി. ഹല്ലേലൂയ. But has not learned to. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി. This Bible is a book of mystery. ദൈവത്തിന്റെ വചനം നമുക്ക് തോന്നും ഈ ബൈബിൾ ഓപ്പൺ ആണെന്ന്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഓപ്പൺ ബുക്ക്. ആദ്യമേ മനസ്സിലാക്കുക, ഇത് ഓപ്പൺ അല്ല. It is a book of mystery. If we don't understand, നമ്മൾ ഇതിന്റെ ലാംഗ്വേജ് പഠിച്ചില്ല എങ്കിൽ we're going to have a very hard time. Every promise is given. എല്ലാ വിടുതലുകളും വാഗ്ദത്തങ്ങളായിട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം കൊടുത്തു. ജസ്റ്റ് ഇമാജിൻ, ഒരു സാൽവേഷൻ ഒരു വലിയ കൊട്ടാരമായിട്ടാണ്, ഒരു ബിഗ് പാലസ്, സെൽഫ് സഫിഷ്യന്റ് പാലസ്. എനിക്ക് എന്ത് ചെയ്തു? ആ പാലസിലേക്ക് ഐ വാസ് ഇൻവൈറ്റഡ്. എനിക്ക് അങ്ങനെ ഒരു താക്കോല് കിട്ടി. അങ്ങനെ ഞാൻ അതിന്റെ മെയിൻ ഡോർ, വേണമെങ്കിൽ അതിന് യെശയ്യാവിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും വാതിലുകൾക്ക് സ്തുതി എന്നും പേരാണ്. മീൻസ് മതിലുകൾക്ക് രക്ഷ. അങ്ങനെ വേണമെങ്കിൽ തന്നെ വ്യാഖ്യാനിക്കാം. അപ്പം എനിക്ക് എന്തോ കിട്ടി? I got an invitation and I got a key. അങ്ങനെ ഞാൻ എങ്ങോട്ട് കയറി? ഇതിനകത്ത് കൊട്ടാരത്തിന് അകത്ത് കയറി. അങ്ങനെ കൊട്ടാരത്തിന്റെ വലിയ വിശാലമായ ലിവിംഗ് റൂമിനകത്തേക്ക് വന്നു. ബിഗ് ഷാൻഡിലിയേഴ്സ്, ബിഗ് ലൈറ്റ് എല്ലാം കണ്ട് ആസ്വദിച്ച് മനോഹരമായ പരവതാനി. I was invited and I was given free access. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാ എനിക്ക് വിശക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു, എല്ലാം കറങ്ങി നടന്ന് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ കിച്ചണുണ്ട്. അപ്പോഴാണ് മനസ്സിലായത്, കൊട്ടാരത്തിനകത്ത് കയറി, പക്ഷെ കിച്ചന്റെ താക്കോല് കിട്ടിയില്ല. ഹലോ, കൂടെ കിട്ടിയില്ല. കിച്ചന്റെ ഞാൻ എവിടാ കിടക്കുന്നത്? ബട്ട് കിച്ചന്റെ താക്കോലില്ല. കിച്ചന്റെ താക്കോലില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കർത്താവ്. പക്ഷെ അവരുടെ പുസ്തകത്തിൽ ഒരു വാക്യമില്ലേ? എടുക്കട്ടെ, ഒരു വാക്യമില്ലേ? പരിജ്ഞാനമില്ലായ്യാൽ എന്റെ തരം. അപ്പം ദൈവത്തിന്റെ ജനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നശിക്കാൻ പറ്റും. ഇഫ് യു ഡോണ്ട്, പരിജ്ഞാനം പ്രാപിക്കേണ്ട മേഖലകളിൽ നാം പരിജ്ഞാനം പ്രാപിക്കുന്നില്ലെങ്കിൽ പട്ടിണി. ദൈവത്തിന്റെ ജനമാ അല്ലേ? എന്റെ ജനമല്ലെന്നല്ല പറഞ്ഞത്, എന്റെ ജനം they have not acquired sufficient knowledge, they can perish. ഞാൻ കൊട്ടാരത്തിനകത്ത് വന്ന്, പക്ഷേ കിച്ചണിന്റെ താക്കോലില്ലാത്തോണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യുക? പട്ടിണി എടുത്ത് ചെത്തുപോത്തില്ലേ? അങ്ങനെ അറിയോ? ചിലരുടെ കൈ കിച്ചണിന്റെ താക്കോലില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? കിച്ചൺ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത്, സംഭവം എല്ലാ കുക്ക്വെയറുകളും എല്ലാം ഉണ്ട്, പക്ഷെ കുക്ക് ചെയ്യേണ്ട സ്ഥാനം തൊട്ടടുത്ത സ്റ്റോർ റൂമിനകത്തായിരിക്കും. അതിന്റെ താക്കോലില്ല. The kingdom of God is in the same way. We all came into the palace. നമ്മളെല്ലാവരും പാലസിനകത്ത്. That is, അതാണ് പ്രൈമറി ആയിട്ടുള്ളത്. ബട്ട് പലതും സ്റ്റോർ റൂം അപ്പുറത്തുണ്ട്. എന്റെ വസ്ത്രങ്ങളുടെ ഒരു വലിയ വിശാലമായ റൂമുണ്ട്. അവിടെ എനിക്ക് വേണ്ട ഫിനാൻസിന്റെ റൂം കിടപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? To unlock every step we need keys.
ഇന്ന് പകൽക്കാലം I'm just going to give you a 5 key. സമയത്തിന്റെ പരിമിതിക്കകത്ത് ഒരു 5 താക്കോലുകൾ. How to unlock into this. പ്രൈമറിലി മനസ്സിലാക്കേണ്ടത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും വാഗ്ദത്തങ്ങളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പം ഒന്നുകൂടെ എടുത്തു പറയുവാണ്. ഒന്നുകൂടെ എടുത്തു പറയുവാണ്. ഈ പുതിയ നിയമരക്ഷയ്ക്ക് നിഴലായിട്ട് നിൽക്കുന്ന, ബിഫോർ ഐ ഗോ ഒരു ഉദാഹരണമാണ് പറയുമ്പോൾ ഈ പുതിയ നിയമരക്ഷയ്ക്ക് നിഴലായി നിൽക്കുന്നത് ഇറ്റ് ഈസ് ദ കോൺക്വസ്റ്റ് ഓഫ് ദ ലാൻഡ് ഓഫ് കനാൻ. ഇത് കനാൻ ദേശത്തിന്റെ കീഴടക്കലാണ് പുതിയ നിയമരക്ഷയ്ക്ക് നിഴലായിട്ട് നിൽക്കുന്നത്. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞു. പുതിയ നിയമരക്ഷയ്ക്ക് നിഴലായി നിൽക്കുന്നത് കനാൻ ദേശം. ഈ കനാൻ ദേശത്തെ അബ്രഹാമിന് വാഗ്ദത്തമായി കൊടുത്തു, ഇസഹാക്കിന് കൊടുത്തു, അടുത്ത തലമുറ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇറ്റ് വാസ് ഗിവൺ ടു ദം ആസ് എ പ്രോമിസ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ കനാൻ ദേശം പുതിയ നിയമ സാൽവേഷൻ നിഴലായി നിൽക്കുമ്പോൾ നമ്മൾ ഇവർക്കെല്ലാം പിതാക്കന്മാർക്കെല്ലാം അത് വാഗ്ദത്തമായി കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാണെന്നറിയാം? നമ്മൾ എങ്ങനെ ഈ മക്കൾക്കൊക്കെ പഴം കൊണ്ട് കൊടുക്കുന്നത്? ഹൗ ഡു യു ഫീൽ എ ബേബി? നമ്മളൊരു പഴം എങ്ങനെ കൊണ്ട് കൊടുക്കുന്നത്? അത് പീൽ ചെയ്ത് അല്ലെ, പഴമെല്ലാം തൊലിച്ച് ഇങ്ങനെ കൊണ്ടത് മോനെ തിന്നടാന്നും പറഞ്ഞാൽ കൊടുക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമുക്ക് എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് തരുന്നതാണ് എന്നൊരു ചിന്തയുണ്ട്. ഇനിയും ആ കനാൻ ദേശത്തെ എങ്ങനെ അവകാശമാക്കാനാണ് അവരോട് പറഞ്ഞത്? ഇല്ല, സംഖ്യാപുസ്തകം 33:53 വായിച്ചു. 33:53 വേഗം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കൂടി പാർക്കണം. ഒരു മിനിറ്റ് നിർത്തണേ. ദിസ് പ്രോമിസ്, ഈ ലാൻഡിന്റെ പ്രോമിസ് അബ്രഹാം മുതൽ കൊടുക്കാൻ തുടങ്ങി. ഓൾമോസ്റ്റ് 400 years old കണ്ടിന്യൂസ്ലി ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാനാണ് ചോദിച്ചത്, കർത്താവ് ഇത് എന്നാ പരിപാടി? ഇത്രയും നാള് പറഞ്ഞു വന്നിട്ട് ഇപ്പം പറയുക നിങ്ങൾ, മലയാളത്തിൽ വായിച്ചാൽ അത് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് thou shalt dispossess the land and possess it. ദേശം മലയാളത്തിൽ അതിന്റെ അർത്ഥം വരത്തില്ല. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ദേശം കൈവശമാക്കിയതല്ല. ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് thou shalt dispossess the land and possess it. കർത്താവ് പറയുന്നത് വേണമെങ്കിൽ, അവിടെ ശത്രുക്കളുണ്ട്, അവരെ പിടിച്ച് പുറത്താക്കിയിട്ട് വേണമെങ്കിൽ കയറി താമസിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പുതിയ നിയമ രക്ഷയുടെ നിഴലാണ്. They had to march into that land. They had to kick out that enemy. അതിനെ ആദ്യം ഡിസ്പോസസ് ചെയ്ത് അവർ പൊസസ് ചെയ്തു. ദൈവത്തിന് മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളുടെ മേലും ശത്രു നിൽപ്പുണ്ട്. If you are not ready to kick the enemy out, നീ അതിനെ പിടിച്ചു പുറത്താക്കി വാഗ്ദത്തത്തിലേക്ക് നീ കടക്കുവാൻ തയ്യാറല്ല എങ്കിൽ മടിയന്മാർക്കുള്ള ഒരു പരിപാടിയല്ല. ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞത് ബലാത്കാരനെ ദൈവരാജ്യത്തെ കീഴടക്കും. ഇവിടെ ഇത് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പറ്റാത്തവർക്ക് പറ്റിയൊരു പരിപാടിയല്ല. നമ്മൾ വിചാരിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഐ എം അറ്റൻഡിങ് എ മീറ്റിംഗ് ദൈവം എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുതരുമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവമല്ല. നിനക്ക് വേണമെങ്കിൽ ഞാനിതാ ചെയ്യേണ്ടത് ചെയ്തു, വേണമെങ്കിൽ യു ക്യാൻ മാർച്ച് ഇൻടു ദ വെരി പ്രോമിസ്ഡ് ലാൻഡ്. അവരോട് പറഞ്ഞേരാ, നമ്മളായിരുന്നു എന്ത് ചെയ്തത്? നമ്മളാണ് യോർദാന്റെ അവിടെ വരെ വരും. അവിടെ ഒരു വലിയ ടെന്റ് ഉണ്ടാക്കും, ഒരു പാസ്റ്ററെ അപ്പോയിന്റ് ചെയ്യും, ഒരു ഡ്രമ്മും മേടിക്കും, എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ പാടും. അങ്ങനെയാണോ അവർ ചെയ്തത്? They had to move into the land. ക്രിസ്തു എന്ന ഭൂപ്രകൃതിയിലേക്ക് we need to march into that land. അവർ കനാൻ ദേശത്തിലെ നന്മ അവകാശമാക്കിയതുപോലെ നിങ്ങൾ ക്രിസ്തു എന്ന ദേശത്തിലൂടെ മാർച്ച് ചെയ്യുവാൻ തയ്യാറാകേണ്ടതാണ്. എങ്ങനെയാണ് പുതിയ നിയമവിഷയം? പഴയ നിയമത്തിലെ അവർ വാളും കുന്തവും എടുത്ത് എന്ത് ചെയ്തു? യുദ്ധത്തിന്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പോരാട്ടം
ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. ആമേൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് സ്തോത്രം. സോ ഹൗ ഡു വി എൻകറേജ് ഇറ്റ്? ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തു, ഒന്നുകൂടെ പറയാം. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ദാനം ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ഓൾറെഡി കനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുത്തതുപോലെ നമുക്കിത് അവകാശമായി തന്നിരിക്കുന്നു. എങ്ങനെയാണ് പുതിയ നിയമ വിശ്വാസി? ഹൗ ഡു യു മൂവ് ഇൻ ടു ദിസ് ലാൻഡ്? How do you move into this promise? അതിന് 5 താക്കോൽ. As my time ends, I will stop there. There are 5 keys. സ്തോത്രം. സ്തോത്രം. ഒന്നാമത്തെ താക്കോൽ ഞങ്ങൾ അതിലുണ്ട്. ഒന്നാമത്തെ താക്കോൽ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ 1 തെസ്സലോനിക്ക ലേഖനം 2:10. ഞങ്ങൾ പ്രസംഗിച്ചു ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നതുപോലെ ദൈവവചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് ഭയങ്കര വ്യാപാരമായിരുന്നു എന്ന്. അങ്ങനാണോ? അങ്ങനാണോ അവിടെ എഴുതിയിരിക്കുന്നത്? പൗലോസ് അവിടെ പോയി പ്രസംഗിച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഈസ് റൈറ്റിംഗ് ദിസ് ലെറ്റർ. നിങ്ങൾ നന്നായി ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചോണം. ചില നാളുകൾക്ക് ശേഷമാണ് ഈ ലേഖനം എഴുതുന്നത്. ആ ലേഖനത്തിൽ പൗലോസ് പറയുക, അന്ന് പ്രസംഗിച്ച് ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കിടന്ന് എന്തോ ബഹളമായിരുന്നു. എത്ര പ്ലാസ്റ്റിക് കസേരയാ ഓടിഞ്ഞത്, ആമൻ എത്ര പുൾപിറ്റ് തള്ളിമറിച്ച് തുള്ളിച്ചാടി എന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ആണോ? അതുമല്ല നമ്മൾ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ അന്ന് വന്നപ്പോ ആ വചനം ഇപ്പോഴും എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളത് ക്യാച്ച് ചെയ്തില്ല. വായിച്ചേ, അങ്ങോട്ട് വ്യാപരിച്ച് അന്ന് പ്രസംഗിച്ച വചനം ദൈവദാസനെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? അതിന്റെ അർത്ഥം എന്താ? അതല്ല, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? അതല്ല, ഇന്നും ആ ഹാളിലേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നാൽ ആരും പ്രാർത്ഥിക്കണ്ട. കാര്യം that word is alive in the church. ഭൂതം ബാധിച്ച ഒരുത്തനെ കൊണ്ടുവന്ന് അവിടുത്തെ പാസ്റ്റർ പോയി പ്രാർത്ഥിക്കണ്ട. എന്താ കാര്യം? വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഈ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. That is the effect. If the word is alive, there's no need to somebody go and pray, because the word is alive. Word is in flames. രോഗികൾ കടന്നു വരുന്ന സൗഖ്യം. ഭൂതം ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂതം ഞങ്ങളുടെ ഹാളിലേക്ക് കറങ്ങുമ്പോൾ തന്നെ ഭൂതാകാരം വിട്ടുപോകുന്നു. The word is alive. എന്തുവാ ഈ വേർഡ് അലൈവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ട പ്രസംഗം വ്യാപരിച്ചായിരുന്നു. എത്ര നേരം വ്യാപരിച്ചു? കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞപ്പോൾ ബിരിയാണി ആയിരുന്നു, ചോറായിരുന്നു? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ട വചനം എത്ര നേരം വ്യാപരിച്ചു? ഞാനെന്താണെന്നറിയോ 2 വെള്ളിയാഴ്ച പുറകോട്ട് പോകാത്തത്? കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപരിച്ചെങ്കിലല്ലേ ഉള്ളൂ പിന്നെ പുറകോട്ട് പോകും. ശ്രദ്ധിച്ചേ, മൈ ക്വസ്റ്റ്യൻ ഈസ്, ആ വചനം നിങ്ങളിൽ വ്യാപരിച്ചായിരുന്നോ? ഒന്നാമത്തെ കീ എന്തോന്നറിയോ? The first key to move into the promise, the word has to continuously എന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ, യേശു നടന്നു പോകുമ്പോൾ ഒരു അത്തിയെ കണ്ടു. അത്തിയെ യേശു എന്ത് ചെയ്തു? ശാസിച്ചു. എന്നിട്ട് യേശു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒരു കസേര എടുത്തോണ്ട് വാ, നമുക്കിതിന്റെ മൂട്ടിലിരിക്കാം, ഈ അത്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. യേശു എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? ശാസിച്ചിട്ട് പോയി. അത്തിക്ക് എന്ത് സംഭവിച്ചു?
വേർ മുതൽ. എന്തുകൊണ്ടാണ് ഉണങ്ങിപ്പോയെ? യേശുവിൽ നിന്ന് പുറപ്പെട്ട വചനം അത്തിയോടെ പറ്റിയിരുന്നു. സ്തോത്രം. വേർ മുതൽ തല വരെ അത്തി എന്ത് ചെയ്തു? നീ നിന്ന് തിരിച്ചിട്ടെ. ഉണങ്ങിയിരിക്കുന്ന അത്തി. ഈ വചനം നിന്നോടൊന്ന് വ്യാപരിച്ചാൽ സ്തോത്രം. നിന്റെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ മാറി. ആമേൻ. ഹല്ലേലൂയ. നിന്നിലൊരു പച്ചിപ്പ് വരികയും സ്തോത്രം. നിന്നിൽ ഇലകൾ വരികയും, ഇല വരിക മാത്രമല്ല നീ പൂക്കും. നീ പൂക്കുക മാത്രമല്ല ഫലം പുറപ്പെടുകയും. ഹല്ലേലൂയ. അത് സ്തോത്രം. നിനക്കും പ്രയോജനമാണ്, നിന്റെ കുടുംബത്തിന് പ്രയോജനമാണ്, നിന്റെ സഭയ്ക്കും പ്രയോജനമാണ്. What is the key? The word should be alive. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയേ, കഴിഞ്ഞ ആഴ്ച കേട്ടതോ അതിന്റെ മുമ്പിൽ ആഴ്ച കേട്ടതോ നമുക്ക് ഓർമ്മയില്ല. 20 വർഷം മുമ്പ് കണ്ട സിനിമ കോളുകളൊക്കെ ഇപ്പോഴും ഓർമ്മ. ഹല്ലേലൂയ. സകല റീലുകളും ഓർമ്മയുണ്ട്. ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരറിയില്ല. ഹലോ. തെസ്സലോനിക്ക സഭയിൽ there are certain ദൈവം വെച്ചിരിക്കുന്ന കീസ് ഉണ്ട്. ഈ കീ ഉപയോഗിക്കാതെ ഒരു മീറ്റിംഗിനകത്ത് പോയിരുന്നത് കൊണ്ട് it doesn't mean you're going to inherit the promise. There are keys. ഒന്നാമത്തെ കീ പറയുന്നത് the word has to continuously work in you. അത് നിരന്തരമായി ദൈവം നൽകുന്ന വാഗ്ദത്തം അത് വ്യാപരിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ജോഷുവ was a spiritual giant, അല്ലേ? സ്പിരിച്വൽ ജയന്റ്. യോശുവയ്ക്കുണ്ടായ തിയോഫനി, ദൈവിക റെവലേഷൻ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? Did we experience God as Joshua has experienced? No. Listen to what the Lord has spoke to Joshua. ആ യോശുവയുടെ ദൈവം പറഞ്ഞെന്നറിയോ? നീ വചനം രാവും പകലും ധ്യാനിച്ചു. അടുത്തത്, നീ ചെയ്യുന്നതൊക്കെ സാധിക്കേണ്ടതിന് ഈ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. Read the book of Joshua 1:8. God directly speaking to Joshua. നമ്മളിവിടെ യോശുവയെക്കാട്ടിലും വലിയ പുള്ളികളായിട്ട് ഇരിക്കുക. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നിൽക്കട്ടെ, എങ്ങനെയാ പ്രവൃത്തി സാധിക്കുന്നത്? സാറേ, അതിലെ പ്രാർത്ഥന ഒരു താക്കോലേ ഉള്ളൂ. There are multiple keys. നമ്മളെല്ലാത്തിനും പണ്ട് ഈ കഷായത്തിന് ഈ പണ്ട് എന്തോ ഒരു പറയുന്നത്, വൈദ്യം എന്തോ, അതല്ല, ഈ നമ്മളിലെ ഈ പണ്ടിലെ പനിയൊക്കെ വരുമ്പോൾ പോവുകയും ഒരു കഷായം കുടിക്കാൻ പോകുന്നില്ല. അപ്പം വൈദ്യശാല അവനോട് പനി പറഞ്ഞാലും മഞ്ഞപ്പിത്തം പറഞ്ഞാലും ഈ ക്യാൻസർ പറഞ്ഞാലും ഒരേ കുപ്പി അവനെടുത്ത് തരും. സാറേ, prayer is only one key. There are multiple keys. One key is the word should be so alive in you. യോശുവയോട് പറയാം, നീ ചെയ്യുന്നത് സാധിക്കേണ്ടതിന് ഈ സദൃശവാക്യങ്ങൾ 4:20 വായിച്ചിട്ട് വേഗത്തിൽ നീ ശ്രദ്ധിച്ചോളെ. മകനെ എന്റെ വചനത്തിന് ആദ്യം എന്തോ കൊടുക്കണം? വചനത്തിന് ശ്രദ്ധ കൊടുക്കാം. ലിസൺ ടു മൈ വേർഡ്. അടുത്തത്, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവിയെ അടുത്തത്, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഐ എം സ്പീക്കിംഗ് ദ കീസ് ടു സക്സസ്. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് മാറിപ്പോകരുത്? മൊബൈൽ മാറിപ്പോകരുതാണോ? റീല് മാറിപ്പോകരുതാണോ?
അല്ല, അത് മാറ്റിയെങ്കിൽ ഇത് ദൃഷ്ടിയിൽ നിന്ന് മാറാതിരിക്കത്തുള്ളൂ. ആമേൻ. സ്തോത്രം. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് മാറരുത്? വചനം മാറി. അടുത്തത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ ഹൃദയത്തിന്റെ നടുവിൽ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കാം. സ്തോത്രം. നമ്മുടെ ഹൃദയം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ വചനം? നോക്കിയേ. പക്ഷേ ഇന്നാല് 1997 ഫെബ്രുവരി മാസം 14 എന്നോട് പറഞ്ഞ കാര്യമല്ല, ഡേറ്റും മാസവും അനുസരിച്ചോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ കണക്ക് പുസ്തകത്തിനകത്ത് പലതും എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ ഇന്റൻസിറ്റി how many word has been deposited into your heart. Sir, what is in your heart is going to determine who you are and what you're going to be. ആമേൻ. സ്തോത്രം. ഹൃദയത്തിനകത്തുള്ളത് എന്റെ സ്പിരിച്വൽ ഡെസ്റ്റിനിയെയും ബാധിക്കും, എന്റെ ഫിസിക്കൽ ബോഡിയെ ബാധിക്കും. അടുത്ത വാക്യം ശ്രദ്ധിച്ചു. അവയെ കിട്ടുന്നവർക്ക് ജീവനും നിത്യജീവനാണ്. അവയെ കിട്ടുന്നവർക്ക് നിത്യജീവനും സർവദേഹത്തിനും സൗഖ്യം. See how the healing comes. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. It all depends upon what you have deposited in your heart. ആമേൻ. സ്തോത്രം. What is your heart? എന്റെ നിത്യതയുടെ ട്രജക്ടറിയെ ഡിറ്റർമിൻ ചെയ്യും, എന്റെ ഫിസിക്കൽ ബോഡിയെ ആമേൻ. സ്തോത്രം. വചനം തെസ്സലോനിക്ക സഭയിൽ എന്ത് ചെയ്തിരുന്നു? ഒന്നാമത്തെ താക്കോൽ വ്യാപരിച്ചു. ദിസ് വേർഡ്, ഇന്ന് കേൾക്കുന്ന വേർഡ് കണ്ടിന്യൂസ്ലി ഷുഡ് കീപ് ബേണിംഗ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ കഴിഞ്ഞ് ഫുഡ് കഴിയുന്നതോട് കൂടി തീരുന്ന പരിപാടിയല്ല. ഇത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. പിന്നിൽ ഒരു ഫലം ഉളവാകുന്നത് വരെ കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. Until you transform, ഈ വചനം നിന്റെ മേൽ വർക്ക് ചെയ്യും. ആമേൻ. സ്തോത്രം. ഞാൻ അവിടെ കട്ട് ഷോട്ട് ചെയ്ത് രണ്ടാമത്തെ key. സ്തോത്രം. സ്തോത്രം. ഒന്നാമത്തെ താക്കോൽ just വ്യാപരിക്കണം. ഒന്നാമത്തെ താക്കോൽ എന്ത് ചെയ്യണം? വ്യാപരിക്കണം. വചനം വ്യാപരിക്കണം. Keep the word alive. Morning, evening, every time the word should be alive. Word should be in flames. യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാൻ പാടില്ല. രണ്ടാമത്തെ താക്കോൽ, വാഗ്ദത്തത്തിലേക്കുള്ള രണ്ടാമത്തെ താക്കോൽ എന്ന് പറയുന്നത് ഇറ്റ് കംസ് ബൈ സീഡ്. രണ്ടാമത്തെ കീ എന്ന് പറയുന്നത് ദൈവവചനത്തിലെ എല്ലാ വാഗ്ദത്തവും ഫലമായിട്ട് എനിക്ക് പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നുകൂടെ പറയാം. യു കനോട്ട് ബൈ ആസ് എ ഫ്രൂട്ട്. I have to begin it with the seeds. നന്നായി തിരിച്ചറിയണം. ദൈവത്തിന്റെ പല വാഗ്ദത്തങ്ങളും എനിക്ക് വന്നിട്ട് ഒരു മീറ്റിംഗിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു ഏരിയാവായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഏരിയാവിന്റെ വിത്തുകളിൽ നിന്നാണ് ഒരു ഏരിയാവ് ഉണ്ടാകുന്നത്. I'll break it down for you. Take salvation. രക്ഷ എടുത്തു. രക്ഷ, ഈ നമ്മൾ പറയാറുണ്ട് രക്ഷ ദൈവത്തിന്റെ രക്ഷ ദൈവത്തിന്റെ ദാനമാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു രക്ഷ ദൈവത്തിന്റെ. ബട്ട് ഇഫ് വി ബ്രേക്ക് ഇറ്റ് ഡൗൺ, രക്ഷ ദൈവത്തിന്റെ ദാനമാണോ? രക്ഷ ദൈവത്തിന്റെ ദാനമല്ല, മറിച്ച് രക്ഷയുടെ വിത്തുകളെ ഉള്ള ദാനം. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, യു വിൽ ഗോ എൻറ്റയർലി റോങ്. എന്തേ ഉള്ളൂ? വിത്തുകളെ ഉള്ളതാണ്. രക്ഷയും പറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഈ വിത്തിനെ സ്വീകരിച്ച് ഞാൻ രക്ഷയിൽ വളരുകയാണ് ചെയ്യുന്നത്. യേശു പഠിപ്പിച്ചിട്ടുണ്ട് വിത്ത് വിതയ്ക്കാൻ. മാത്യൂസ് ഗോസ്പൽ ആൻഡ് ഇഫ് യു ബ്രിങ് ലൂക്സ് ഗോസ്പൽ, ഈ രണ്ട് ഗോസ്പലൂടെ കൊണ്ടുവന്നു. ഓക്കെ, അതല്ല വിടുക ടൈമില്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ചില ആ വിത്തിന് എവിടെ വീണു? വഴിയരികെ വീണു, അവിടെ വീണു, പാറക്കടയിൽ വീണു, മുള്ളുകൾക്ക് വീണു. ലൂക്കോസ് വഴിയരികെ വീണതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയല്ല. അവർ കേട്ട് രക്ഷിക്കപ്പെടാതിരിക്കാൻ
സാത്താൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? വചനത്തെ എടുത്തു കളയുന്നു. എന്തിന്റെ ഉപമയാ? വിത്ത് വിതയ്ക്കാൻ പോയവന്റെ ഉപമ. വചനത്തെ എടുത്തു കളയുന്നു പറഞ്ഞാൽ വചനത്തിന്റെ വിത്തിനെ എടുത്തു കളയും. വിത്തിനെ എടുത്തു കളഞ്ഞാൽ സാത്താൻ അറിയാം അവർ രക്ഷിക്കപ്പെടത്തില്ല. അപ്പൊ വിത്തിൽ നിന്നാണ് രക്ഷ ആരംഭിക്കുന്നു. ശ്രദ്ധിച്ചേ, രക്ഷ പൂർണ്ണമായിട്ടല്ല, ഇറ്റ് ബിഗിൻസ് ബൈ ദൈവവചനമാകുന്ന. അതുകൊണ്ടാണ് പറഞ്ഞത് രക്ഷയ്ക്കായി വളരുവാൻ. രക്ഷയിൽ ഞാൻ എന്ത് ചെയ്യണം? വളരണം. എവിടെ നിന്നാ വളരുന്നത്? വിത്തിൽ നിന്നാ. ദൈവവചനത്തെ സ്വീകരിച്ചാണ് ഞാൻ രക്ഷയിൽ വളരുന്നത്. തിമോഥെയോസിനോട് പറയുന്നില്ലേ, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. So salvation begins from seed. എന്നതുപോലെ ദൈവത്തിന്റെ പല വാഗ്ദത്വങ്ങളും വിത്തിൽ നിന്ന് ആരംഭിക്കണം. പിന്നെ വേണം നിങ്ങൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ റോമാലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. റോമാലേഖനം 6:17. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചേ, ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞങ്ങൾ പഠിപ്പിച്ച നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഒന്ന് ശ്രദ്ധിച്ച് എന്റെ മുഖത്തോട്ട് നോക്കിയേ. ഇവിടെ പാപക്ഷമയെ കുറിച്ചല്ല പറയുന്നേ. നിങ്ങളത് ശ്രദ്ധിച്ചില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. കരങ്ങളെടുത്ത് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ. ഇവിടെ പാപക്ഷമയല്ല വിഷയം. ഞാൻ ആ വിത്തും ഫലവും തമ്മിൽ വ്യത്യാസത്തെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇവിടെ പാപക്ഷമയല്ല വിഷയം. എന്താ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക? നമ്മൾ ഈ റോമാലേഖനമാണ് രക്ഷയുടെ രക്ഷാശാസ്ത്രം പഠിപ്പിക്കുന്ന പുസ്തകമാണ് റോമാലേഖനം. ഈ റോമാലേഖനത്തിലെ 3-ാം അധ്യായം 3-4 അധ്യായത്തിലാണ് യേശുവിന്റെ രക്തത്താലുള്ള കഴുകലും പാപക്ഷമയും പഠിക്കുന്നത്. നമ്മൾ അതിന് വിളിക്കുന്ന പേരെന്തോന്ന് പറയാമോ? നീതീകരണം. നീതീകരിക്കപ്പെടും. അതായത് ഞാൻ എൻ്റെ പാപങ്ങളെ നീതീകരിക്കും. എന്നാൽ 5-ാം അധ്യായം വരുമ്പോൾ നീതീകരണം കഴിഞ്ഞിട്ട് വരെ സെക്കൻഡ് പ്രോസസ്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പം നീതീകരിക്കപ്പെട്ടപ്പോൾ ദൈവകോപം മാറിപ്പോയില്ലായിരുന്നോ? പോയോ? നമ്മൾ രക്ഷയിലേക്ക് അല്ലെങ്കിൽ രക്ഷയിൽ വളരുന്നതിന്റെ 1-ാമത്തെ പ്രോസസ്സാണ് എന്ത് പ്രോസസ്സ്? നീതീകരണം. എന്റെ ചോദ്യം, ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവകോപം എന്നിൽ നിന്ന് വിട്ടുപോയോ? ഇല്ല. അതുകൊണ്ടാണ് 5:8 ഒന്ന് വായിച്ചേ. വേണേ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. 9-ാമത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. കണ്ടോ? രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. അതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ പാപത്തെ ഏറ്റുപറഞ്ഞപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവകോപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് സ്വതന്ത്രമായില്ല. അതുകൊണ്ടല്ലേ കൊളോസി ലേഖനത്തിൽ, കൊളോസി സഭ പെന്തക്കോ സഭയല്ല, പെന്തക്കോ സഭയ്ക്കകത്തല്ലേ ഈ വക ഒരു ലിസ്റ്റ് എഴുതിയിട്ട് 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അതിന്റെ അർത്ഥം പൗലോസ് പറയുന്നത് പറയോ, എന്ത് കാരണം കൊണ്ടാണോ അവൻ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത് അതേ കാരണങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ട്. The same reasons why he is going to judge the world, അത് മുഴുവൻ എവിടെ ഉണ്ട്? സഭയ്ക്കകത്തിരിക്കുമോ? കൊലോസി സഭ നീതീകരിക്കപ്പെട്ട സഭയാണ്. പക്ഷെ ദൈവകോപം വിളിച്ചു വരുത്തുന്ന സ്വഭാവത്തിൽ നിന്ന് സ്വതന്ത്രം പ്രാപിച്ചില്ല. രക്ഷയുടെ ഘട്ടങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. We begin in progress. 5-ാം അധ്യായം ഈ ദൈവകോപം കൊണ്ടുവരുന്ന ഒത്തിരി
സ്വഭാവ വൈകല്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്യണം? സ്വതന്ത്രനാകണം. It begins from the seed. നീതീകരണത്തിന്റെ വിത്തുകളിൽ നീതീകരണത്തിൽ ഞാൻ വളരണം. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ദൈവകോപം വരുത്തുന്ന സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് ഞാൻ സ്വതന്ത്രരായി അതിൽ വളരണം. അടുത്ത സ്റ്റെപ്പാണ് പാപത്തിൽ നിന്ന് സ്വതന്ത്രം പ്രാപിക്കുന്നത്. Third stage. എന്തുവാ പാപത്തിൽ നിന്ന് സ്വതന്ത്രം പ്രാപിക്കുന്നത്? നമ്മൾ വായിച്ചത് ഞങ്ങൾ അവിടെ രക്തമല്ല വിഷയം, അവിടെ രക്തത്താലുള്ള കഴികളല്ല. എന്നെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നത് രക്തമല്ല, പിന്നെയോ ഒരു ഉപദേശ രൂപമുണ്ട്. യേശുവിന്റെ രണ്ട് വെളിപ്പാടാണ്. അവൻ വഴിയുമാണ്, സത്യം. സത്യത്തിന് പുറകില ജീവൻ. നമ്മൾ എന്ത് ചെയ്തു? വഴിയായ യേശുവിന്റെ അരികിലേക്ക് വന്ന് നടുക്കത്തെ സത്യമായ യേശുവിനെ ബൈപ്പാസ് ചെയ്ത് ജീവനിലേക്ക് വരാനുള്ള തന്ത്രപ്പാടാണ്. ഇത് നടക്കത്തില്ല കേട്ടോ. ശ്രദ്ധിച്ചേ, 6-ാം അധ്യായത്തിലെ വിഷയം ഞങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപം എന്ന് പറയുന്നത് സത്യമായ യേശുവിന്റെ വെളിപ്പാടിനാൽ ഞാൻ പാപത്തിൽ നിന്ന് ഈ പാപത്തിൽ നിന്ന് സ്വതന്ത്രമായി കഴിയുമ്പോഴേ ഞാൻ ദൈവദാസനും ദൈവദാസിയും മാറുന്നത്. വേണമെങ്കിൽ 22:6-22 വായിച്ചേ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി. ഒരു മിനിറ്റ് നിൽക്കണേ, അത് വായിക്കുമ്പോ ഇങ്ങനെ വായിക്കണം. എന്നാൽ ഇപ്പോൾ 6:17 പറയുന്നു, ഞങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയം പൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം പ്രാപിച്ചു. 22 പറഞ്ഞു, അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ച നിങ്ങളിപ്പോ ആരായി? ദൈവത്തിന്റെ ദാസനും ദൈവത്തിന്റെ ദാസിയുമായെന്നൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ എങ്ങനെയാ ദാസനും ദാസിയുമായത്? പാപത്തെ ഏറ്റു പറഞ്ഞപ്പോഴാണോ? റോമർ 5-ാം അധ്യായത്തിൽ വന്നപ്പോഴാണോ? 6-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് പാപത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? സ്വതന്ത്രനായപ്പോഴാ ദൈവദാസനായി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തോ നോക്കിയേ. ദൈവദാസനായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും. ഹലോ, അതിന്റെ അന്തമാണ് നിത്യജീവൻ. ഒരു പ്രോസസ്സായത്. ഇതെല്ലാം വിത്തിൽ നിന്ന് ആരംഭിച്ച് കയറി പോകണം. എന്തോ ഈ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ഞാൻ മറ്റൊരു സ്റ്റേറ്റിലാണ് പഠിച്ചത്. അപ്പം ആ സ്റ്റേറ്റിൽ അന്നത്തെ ഒരു ഫാഷനായിരുന്നു ക്യാമ്പസിനകത്ത് എല്ലാവരും കൂടി വരുമ്പം അതൊരു ഫാഷനായിരുന്നു സിഗരറ്റ് വലിക്കുക. അപ്പോൾ വരുമ്പോൾ എല്ലാം ചോദിക്കും ഹായ് ഹായ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും. ഞാനൊരു ഞാനൊരു വലിയൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം കണ്ടിന്യൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അങ്ങ് സിഗരറ്റ് വലിക്കാൻ അഡിക്റ്റായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു പാക്കറ്റൊക്കെ വലിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് 1-2 പാക്കറ്റിലേക്ക് കയറി. അപ്പോൾ വാസ്തവത്തിൽ എന്തിന് അഡിക്റ്റായിപ്പോയി? നെക്കോട്ടിന് സിഗരറ്റ് വലിക്കാൻ അഡിക്റ്റായിപ്പോയി. അതൊരു നോർമൽ തിങ് ആയി. പക്ഷേ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ സിഗരറ്റ് വലി പക്ഷെ നിർത്തിയെങ്കിലും ചില നാളുകൾ കഴിഞ്ഞെങ്കിലും എനിക്ക് സിഗരറ്റ് വലിക്കുന്നവരെ അടുത്തുപോയി സംസാരിക്കാൻ ഇഷ്ടമായി. വല്ല മനസ്സിലായോ? എന്തോ മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലോ? അല്ല, ആ മണം എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ വലിക്കുന്നില്ല, പക്ഷെ എനിക്ക് ആ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് അടുക്ക പോയിരിക്കുമ്പോ ആ വലിക്കുന്ന എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ എഫക്റ്റ് ഒക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ വലിക്കുന്നില്ല, പക്ഷെ എനിക്ക് അതിന്റെ മണമൊക്കെ എന്റെ ഉള്ളിൽ നിന്നും ഞാൻ സ്വതന്ത്രമായിട്ടില്ല. നമ്മൾ പലതും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇതിന്റെ മണമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അത്രയും ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഉറക്കം നടിക്കുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്രയും ഭാഗം പറഞ്ഞ് ഞാൻ അങ്ങ് വിടുക. We don't do it physically, but we like certain things. അതിന്റെ അർത്ഥം എന്നറിയാം, ഞാൻ സ്വതന്ത്രമായി. എപ്പോഴാണ് ഞാൻ സ്വതന്ത്രമായത്? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഒരുത്തർ എൻ്റെ അടുത്ത് വന്ന് സിഗരറ്റ് വലിച്ചു.
ആ സ്മെല്ല് എനിക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിക്കാം. ഞാൻ എടുത്തോട്ട് പോടാ കീഴെ എന്നാണോ സെൽഫ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനെ വെറുക്കുവാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഞാൻ സ്വതന്ത്രം. ഞങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി. എപ്പോഴാണ് ഞാൻ ദൈവദാസൻ? ഞാൻ ചിലതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാണ് ദൈവദാസിയായത്. അടുത്തതാണ് വിശുദ്ധീകരണം. അതിന്റെ അന്ത്യമാണ് ഞാനോട് രക്ഷയ്ക്കായി മനസ്സിലായ സ്തോത്രം പറഞ്ഞു. എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഏലിയാവിന്റെ കഥ ഇഷ്ടമാണ്. എന്തുവാണ് ഏലിയാവ് യാഗപീഠം അല്ലെങ്കിൽ ദാനിയേലിനെ സിംഹപ്പൊടിയിലിട്ടു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ അടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോഴും കൈയടിക്കും. ഈ കഥ ഇത്രയും നാളുകളായിട്ട് നമ്മൾ ഈ കഥ കേട്ടറിയും അല്ലേ? ഈ കഥ കേട്ടത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സാറേ? കഥ നമുക്കറിയണം. പക്ഷെ എനിക്ക് വേണ്ടത് കഥയല്ല, എനിക്ക് വേണ്ടത് ഏലിയാവിന്റെ വിത്തുകളെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ ഒരു ഏലിയാവിന്റെ ഇനി ഏതെങ്കിലും പാസ്റ്റർമാർ വന്ന് കഥ പറയാൻ തുടങ്ങുമ്പോൾ പറയണം, പാസ്റ്ററെ കഥ എന്താ പറയാ? ദാവീദിന്റെ കഥ. ദാവീദ് അദുല്ലാം മുഖേന ഒളിച്ചത് മുഴുവൻ കഥയും ഇത്രയും നാൾ കേട്ടോണ്ടിരിക്കുക. എന്നിലൊരു ദാവീദ് ഉളവാകത്തക്കവണ്ണം ദാവീദിന്റെ വിത്തുകളുണ്ടോ ചോദിക്കും. സാറേ ഒരു കഥ അറിഞ്ഞത് കൊണ്ട് ഞാനൊരു ദാനിയേലോ ദാവീദോ ആകത്തില്ല. ഞാൻ ദാവീദിന്റെ വിത്തിനെ സ്വീകരിച്ച് എന്നിലൊരു ദാവീദും എന്നിലൊരു ഏലിയാവ് എന്നിലൊരു ദാനിയേൽ ഉളവാകത്തക്കവണ്ണം I have to grow into it. വളരണം, അതിലേക്ക് വളരണം. മനസ്സിലാകുന്നവർ നന്ദിയോടെ begin from the seed. There are corresponding. ഒരു വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ you should understand അത് ഫ്രൂട്ട് ആണോ സീഡ് ആണോ. If you don't distinguish between fruit and seed, you may be deceived. ഒരു വാക്യം ഞാൻ പറയാം, ഞാൻ അടുത്തതിലേക്ക് പോകുക. ഒരു വാക്യം വേണം ഞാൻ ഇങ്ങനെ എഫേസ്യരിലേക്ക് പറഞ്ഞു. നിങ്ങൾ അവനോടുകൂടെ ദൈവം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്ത് ചെയ്തു? എവിടെ എത്തിയിരിക്കുന്നു? എവിടെ എത്തിയിരിക്കുന്നു? സ്വർഗത്തിൽ വരുംകാലങ്ങൾ അവന്റെ കൃപ നമ്മോട് കാണിക്കേണ്ടതിന് ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ പ്രസംഗം കേട്ടിട്ടുള്ളത്. അപ്പൊ പാസ്റ്റർമാരെല്ലാം പറയും ദൈവമക്കളെ നമ്മൾ എവിടെ ഇരിക്കുക? എവിടെ ഇരിക്കുക? സ്വർഗത്തിലിരിക്കുക. ഈ വാക്യം ഫ്രൂട്ടാണോ സീഡാണോ? ഫ്രൂട്ടാണ്. ഇതിന്റെ സീഡ് എവിടെയാണ്? You don't come into the fruit directly. You begin with the seed. Where is the seed? ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കണമെങ്കിൽ ആദ്യം ഞാൻ അവനോടുകൂടെ മരിക്കണ്ടേ? അപ്പം അവനോടുകൂടെ മരിക്കേണ്ടതിന് ലോകസംബന്ധമായി ജഡസംബന്ധമായി പാപസംബന്ധമായ മരിക്കേണ്ട വിത്തിൽ നിന്ന് ആരംഭിച്ച് അവന്റെ മരണത്തോടെ ഏകീഭവിക്കുമ്പോഴാണ് അവന്റെ പുനരുത്ഥാനത്തോടെ. നമ്മൾ ഈ വാക്യം എടുത്തങ്ങ് പറയുക. ഓരോ വാക്തത്വങ്ങൾക്ക് that is the language of the Bible. അവൻ പലപ്പോഴും ഫ്രൂട്ടിനെ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് എടുത്ത് പറയുമോ? നമ്മൾ നോ യു ബിഗിൻ വിത്ത് ദ സീഡ്. Without you dying with Christ, അവന്റെ മരണത്തോടെ ഏകീഭവിക്കാതെ പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കണം. First I should learn how to die to sin. എങ്ങനെ ലോകത്തിന് മരിക്കണം, പാപസംബന്ധമായി മരിക്കണം എന്ന് ആദ്യം ഞാൻ പഠിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് പറഞ്ഞ അവന്റെ മരണത്തോടെ ഏകീഭവിച്ചിട്ട് അവനെയും അവന്റെ പുനരുത്ഥാന ശക്തിയെ തിരിച്ചറിയേണ്ടത്. Second key is begin with the seed. Third key, മൂന്നാമത്തെ താക്കോൽ, that is I should have an encounter with my destiny. മൂന്നാമത്തെ താക്കോൽ ഇതാണ്. എന്തോ വേണം? എന്റെ ഡെസ്റ്റിനിയുമായി എൻകൗണ്ടറിലേക്ക്. So I like to call it as destiny encounter. എന്താ ഈ ഡെസ്റ്റിനി എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ? ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by destiny?
ഇത്രയേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, നിങ്ങളെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ട്. ആ നിയോഗവുമായി നിങ്ങൾ ഒരു എൻകൗണ്ടറിലേക്ക് വരണം. എന്തോ എൻകൗണ്ടറിലേക്ക് വരിക എന്ന് പറഞ്ഞത്? യേശുവിന്റെ ശുശ്രൂഷ എപ്പോഴാണ് ആരംഭിച്ചത്? When did the ministry of Jesus begin? ഇങ്ങനെ എപ്പോഴാരംഭിച്ചത്? അവൻ ഒരിക്കൽ ദേവാലയത്തിൽ on that particular day, that was a unique day, അവന് കൊടുത്ത പുസ്തകം യെശയ്യാവ് പ്രവാചകൻ. ആദ്യമായിട്ടാണോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കിട്ടുന്നത്? ആണോ? അവൻ പതിവ് പോലെ പോയെന്ന, വല്ലപ്പോഴും പോയതാണോ? ഇന്ത്യ അതുവഴി പോയപ്പോ ഒന്ന് കയറിയേക്കാം. ഒന്നാമത് വെടി നല്ല ചൂടാണ്, അങ്ങനെ കയറിയതാണോ? പതിവല്ല. അവൻ എന്തോ കൊടുത്തു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ വാക്യങ്ങൾ അവിടെ കിടപ്പുണ്ടെന്ന് യേശുവിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് തന്റെ നിയോഗവുമായി യേശു ഒരു എൻകൗണ്ടർ. എപ്പോഴാണ് ശുശ്രൂഷ ആരംഭിച്ചത്? നിങ്ങൾ അത് വായിക്കുന്ന എവിടെയാണെന്നറിയോ? ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കൂടി നമുക്ക് 4-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യം. അവൻ അവരുടെ പള്ളിയിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന് നസറത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പലിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ, ആത്മാവിന്റെ ബലിയും, ഭക്തന്മാർക്ക് വിടുതലും, കുരുടർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും, പീഡിതരെ വിട്ടയപ്പാനും, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അവൻ അവിടെ വാക്യം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നല്ല, now കണ്ടു എന്ന് പറഞ്ഞാൽ there is an encounter taking place. പിന്നെ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരൻ തിരികെ കൊടുത്തിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ടവെങ്കിൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുകയും തിരുവെഴുത്തിന് നിവർത്തി വന്നു. യേശുവിന്റെ ശുശ്രൂഷ എന്ന് ആരംഭിക്കുന്നറിയോ? തിരുവെഴുത്തിനകത്ത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതുമായി താൻ ഒരു എൻകൗണ്ടറിലേക്ക് വന്നപ്പോൾ അവന്റെ ശുശ്രൂഷ ആരംഭിച്ചു. Now the question comes, whether it has been written about you in the scriptures. നിങ്ങൾ ചിന്തിക്കും, യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നു, യേശു അതുമായിട്ട് നേരത്തെ വാക്യം അറിയത്തില്ലെന്നുള്ള കാര്യം. He knew that it is written. പലപ്പോഴും അവൻ വായിച്ചു. But that particular day, this word was made alive. ഞാൻ എൻ്റെ ഒരു ഒരൊറ്റ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ ഡെസ്റ്റിനിയുമായ ഒരു എൻകൗണ്ടറിലേക്ക് ഞാൻ ഒരിക്കൽ യോശുവയുടെ പുസ്തകം വായിക്കും. യോശുവയുടെ പുസ്തകം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അവിടെ ഇങ്ങനെ വാക്യം കിടപ്പുണ്ട്. യഹോവയായ ദൈവം യോശുവയോട് പറയാ, നിങ്ങൾ ഇതുവരെ ആ വഴി പോയിട്ടില്ല. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു എൻകൗണ്ടർ സംഭവിക്കുക. എന്തുവാ എൻകൗണ്ടർ എന്നറിയാമോ? യോശുവയുടെ വിളി എന്താണെന്നറിയാമോ? ഇതുവരെ തന്റെ ജനം പോകാത്ത ഒരു വഴിയിലൂടെ അവരെ നയിക്കുവാൻ, വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കുവാനാണ് യോശുവ. മനസ്സിലായി? God is speaking to me. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം എന്നോടാണ് പറയുന്നത്, ഇതുവരെ എന്റെ ജനം പോകാത്ത ഒരു വഴിത്താരയിലൂടെ അവരെ കൊണ്ടുപോകേണ്ടത് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അപ്പൊ എവിടെയാണ് എന്റെ ശുശ്രൂഷ ആരംഭിച്ചത് വെച്ചാൽ that word came alive to me. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചോ, അവൻ നിങ്ങളെ കുറിച്ചും ഈ തിരുവെഴുത്തിനകത്തുണ്ട്. നിങ്ങളുടെ നിയോഗത്തെ കുറിച്ചുണ്ട്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് തിരുവെഴുത്തിനകത്തുണ്ട്. The Holy Spirit can resurrect any scripture. ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? മറിയാമേയും ശോശാമേയും ചാക്കോച്ചനെന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല. Amen, but it is written in this book. അതുകൊണ്ട് ആമേൻ സങ്കീർത്തനം വേണമെങ്കിൽ ഒരു വാക്യം വായിച്ചു എഴുതിയിട്ടുണ്ടെങ്കിൽ 139-ാം സങ്കീർത്തനം 15-16 വാക്യം പറഞ്ഞു, അവയൊക്കെയും നിന്റെ പുസ്തകത്തിൽ എഴുതിയോ. നിയമിക്കപ്പെട്ട നാളുകൾ അവൻ ഒന്നുമില്ലാതിരിക്കും. ഇടയ്ക്ക് വായിച്ചോ ഭാഗം. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗം നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിന്നാകാലമായിരുന്നപ്പോൾ നിന്റെ കണ്ണിനെ കണ്ടു.
കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സാറേ, അതെല്ലാം നിന്റെ പുസ്തകത്തിൽ. It is written in the scripture. അതിനകത്ത് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം. ഏതെങ്കിലും ഒരു തിരുവെടുത്ത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവൻ പ്രാപിച്ചാൽ നിങ്ങളുടെ ലൈഫിന്റെ ചരിത്രം ഇവിടെ വെച്ച് മാറും. That's when your ministry is beginning. അവിടെയാണ് അടുത്ത ഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. Every time you need to go to a next level. You need an encounter with your destiny. ഒരു വാക്യം ശ്രദ്ധിച്ച് ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു പോകാം. ആമൻ. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. ഒരു വെളിപ്പാടനുസരിച്ച് എത്രയും ഞാൻ യെരൂശലേമിലേക്ക് പോയത്. അല്ല, നിങ്ങൾ അവിടെ നോക്കണം, എന്റെ മുഖത്തേക്ക് നോക്കുക. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് I went up to Jerusalem by a revelation. Every time if you want to go up, you need a revelation. You need an encounter. അടുത്ത സ്പിരിച്വൽ റെലം നിങ്ങൾക്ക് ഓപ്പൺ ആകണമോ? You need an encounter in the scriptures. നീ യേശുവിനോട് ശ്രദ്ധിച്ചു നോക്കിയേ. യേശുവിനെ എങ്ങനെ മനസ്സിലായി 3-ാം ദിവസം ഉയരത്തിൽ നിൽക്കും? അവൻ ഭൂമിയിലായിരുന്ന സമയത്ത് എല്ലാ മാനുഷിക പരിമിതികളും ഉണ്ടായിരുന്നു. How did he know he is going to resurrect on the third day? That is came out of an encounter. ഏത് എൻകൗണ്ടറാ? ഒരിക്കൽ പരീക്ഷനും ശാസ്ത്രിയും വന്ന് അടയാളം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഒരടയാളമേ നിങ്ങൾക്ക്. യോഹന കടലാനയുടെ വയറ്റിൽ 3 പകലും 3 രാത്രിയും ഇരുന്നു പോലെ മനുഷ്യത്വപുത്രൻ ഭൂമിയുടെ വയറ്റിൽ 3 രാവും പകലും ഇരിക്കും. ശ്രദ്ധിച്ചോളൂ, ഒരു പ്രവാചകന്റെ അനുസരണക്കേടിന്റെ ശിക്ഷാവിധിയെ യേശുവിന്റെ ഡെസ്റ്റിനിയാക്കി ഓൾറെഡി ആ വേർഡ് വാഗ്ദത്തം ആക്റ്റീവാ. യേശു ക്രൂശിൽ മരിച്ച് അവൻ കല്ലറയിൽ അടക്കപ്പെടുമ്പോഴും അവന്റെ വാഗ്ദത്തം അവന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഓൾറെഡി ആ വാഗ്ദത്തം റിസറക്റ്റഡിന്റെ വാഗ്ദത്തം ആക്ടിവേറ്റ് ആയി. അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞു, ഞാൻ താഴ്വരയിൽ കൂടെ കടന്നാലും ഒരനർത്ഥം. എന്താ കാര്യം എന്നറിയോ? അപ്പുറത്തെനിക്ക് വേണ്ടി വാഗ്ദത്തം കാത്തു നിൽപ്പുണ്ട്. അപ്പുറത്തെനിക്ക് വേണ്ടി ഞാൻ ആക്ടിവേറ്റ് ചെയ്ത, ഞാൻ എൻകൗണ്ടർ ചെയ്ത് ജീവിപ്പിച്ച വാഗ്ദത്തം ഭൂരിനപ്പുറത്ത് ആക്ടിവേറ്റഡ് ആണ്. അവൻ കർത്താവ് യോനയുടെ പുസ്തകം വായിച്ചപ്പോൾ ഓൾറെഡി പുനരുദ്ധാനത്തിന്റെ വാഗ്ദത്തം ആക്ടിവേറ്റഡ് ആയി. അല്യർത്ഥം യേശുവിനെ കല്ലറയിൽ കൊണ്ടടക്കുമ്പോൾ പുനരുദ്ധാനത്തിന്റെ വചനം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. 3-ാം ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. See how powerful encounters. An encounter with the scripture. നിന്നെ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ പോയാലും ഒരു വാഗ്ദത്തം നീ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര ഡോക്ടർ പറയുകയാണ്, എത്ര ICU യൂണിറ്റിനകത്ത് കയറിയാലും, എത്ര ഹോപ്പില്ലെന്ന് പറഞ്ഞാലും ഈ വാഗ്ദത്തത്തിനെ പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ ഇതിൽ സമയത്ത് അത് 1 മണിക്ക് അധികം തന്നെ ഏതായാലും ഇത്രയായി. ഏതായാലും നടന്നില്ലേ? പോയിട്ട് പിന്നെ കാര്യമില്ല. The fourth, second is, third is destiny. ഒന്നാമത്തെ വചന വ്യാപനം. Second is you begin with. Third is encounter with. The fourth one is I need to come with an encounter with God Himself. Hallelujah. വളരെ വേഗം ഇതിലൊരു 5 minutes ഉണ്ട്. ഫസ്റ്റിൽ മെസ്സേജ് തീരുന്നില്ല. കാര്യം ഈ പുതയ്ക്കുന്ന വാസ്തവത്തിൽ നമ്മൾ കേട്ടത് ഇവിടെ നിന്നറിയോ? വസ്ത്രത്തിന്റെ കോൺതലക്കിലെ പൊടിപ്പിൽ തൊട്ടതേ കേട്ടോ. ഇതിന്റെ മേജർ പാർട്ട് കിടക്കുന്നത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. മേജർ പാർട്ട് കിടക്കുന്നത് പുതയ്ക്കുന്ന മേലാടയുടെ 4 കൂടിൽ പൊടിപ്പുണ്ടാകും. അതവിടെ നിൽക്കട്ടെ. അതിനിപ്പം ദൈവം അനുവദിക്കുന്നു. ഈ പ്രാവശ്യം ഇനി എപ്പോഴെങ്കിലും ഞാൻ വരുമ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇതും കൂടെ പറഞ്ഞു തരാൻ അവസ്ഥ. അടുത്തത് എൻകൗണ്ടർ വിത്ത് ഗോഡ് ഹിംസെൽഫ്. ആരുമായിട്ട്? ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ. ശ്രദ്ധിക്കണം, നമ്മൾ ഷോർട്ട്കട്ടിൽ പോകാം. ശമൂവേലിന്റെ പുസ്തകം വായിക്കും. ശമൂവേലിന്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിനകത്ത് 4 ക്യാരക്ടർ. വൺ ഇസ് യു ഹാവ് ശമൂവേൽ, then you have ഏലി, ഏലിയുടെ പുത്രന്മാർ, അടുത്തത് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ. 4 ക്യാരക്ടർ.
ഏലിയുടെ കണ്ണ് മങ്ങിപ്പോയി. ഏലിയുടെ മക്കൾ ദൈവ വഴി വിട്ടു നടന്നു. ഇസ്രായേൽ മക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭം. അതിനകത്ത് വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ. Then you have one exception is Samuel. അല്ലെ, സമൂവേൽ നന്നേ ചെറിയ പ്രായത്തിൽ എവിടെ കൊണ്ടുവന്നു? ശമൂവേൽ ബിയർ കുടിക്കാൻ പോയില്ല, ബീഡി വലിക്കാൻ പോയില്ല, ഈ പരിപാടികൾക്കൊന്നും പോകാതെ നന്നേ ചെറുപ്പത്തിൽ എവിടെ നിന്ന് പറഞ്ഞു. ഇപ്പൊ ശമൂവേൽ ദേവാലയത്തിലെ സകല കാര്യങ്ങളും ആർക്കറിയാം? ചെറുപ്പം മുതലേ കാണുകയില്ല. ഹോമയാഗം അറിയാം, ബോധനയാഗം അറിയാം, സമാധാനയാഗം അറിയാം, ആകൃതിയാഗം അറിയാം, പാപയാഗം അറിയാം, സകല യാഗങ്ങളും ആർക്കറിയാം? ഇപ്പം ഏലി ഇല്ലെങ്കിലും ആരാധന അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്ററൽ വേക്കൻസി വന്നപ്പോൾ ഒരു വോട്ടിംഗ്, ആരെ പാസ്റ്ററായിട്ട് വേണം. ഇതൊന്നും ബൈബിളിനകത്തില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സംസാരം വന്ന് പുള്ളി എന്തോ പ്രസംഗിച്ചിട്ട് പോകുന്നു പറയുന്നു. വോട്ടിംഗ് ഇട്ടു, ഇതിലാരെ നിങ്ങൾ പാസ്റ്ററായിട്ട് തന്നെ ആർക്ക് വോട്ട് കൊടുക്കും? ശമൂവേലിനെ. എന്റെ വോട്ട് ആർക്ക് കൊടുത്തു? പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു പ്രശ്നം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ശമൂവേലിനെ പാസ്റ്ററായിട്ട് കിട്ടും, ശമൂവേൽ നന്നായിട്ട് ആരാധന കൊടുക്കും. ഒരു ചെറിയ പ്രശ്നം. എന്തോ പ്രശ്നം? ഒരിക്കൽ യഹോവയായി ദൈവം ശമൂവേലിനെ വിളിച്ചു. ശമൂവേൽ എങ്ങോട്ട് ഓടിപ്പോയി? രണ്ടാമത് വിളിച്ചു, എങ്ങോട്ട് ഓടിപ്പോയി? അടുത്ത വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അടുത്തൊരു വാക്യം കിടപ്പുണ്ടെങ്കിൽ ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിട്ടില്ലെന്നാ വാസ്തവം. നിങ്ങൾക്ക് ശമൂവേലിനെ പാസ്റ്ററായി കിട്ടും, പക്ഷെ ഒരു പ്രശ്നം, ശമൂവേൽ യഹോവയെ അറിഞ്ഞിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യാമോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ. ഹലോ, ആരാധന നന്നായി കൊണ്ടുപോകും. ദൈവമായിട്ടൊരു ബന്ധം. പാസ്റ്ററായിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആരാധന നടത്താൻ അറിയുന്നതോ ആരാധനയുടെ കീഴെ ഇരിക്കുന്നതോ അല്ല ദൈവത്തെ അറിയുന്നത്. Understand the message. It is not knowing how to run the church. If a person knows to run the church, അതും ദൈവമായിട്ട് ബന്ധമില്ല. If you go to a Bible college, അവർ നന്നായിട്ട് പഠിപ്പിക്കും. കല്യാണം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കും, സഭാരാധന എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കും, എങ്ങനെ കുഞ്ഞിനെ പ്രതിഷ്ഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കും. കോഴ്സ് കഴിയുമ്പോൾ ഒരു രണ്ടുപേരെ പിടിച്ചെടുത്തി എങ്ങനെ കല്യാണം നടത്തണമെന്ന് ആദ്യം മുതൽ അവസാനം വരെ കാണിച്ചു കൊടുക്കണം. എങ്ങനെ ശവമടക്കണമെന്ന്, ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാതെ ശവമടക്കണമെന്ന് പഠിപ്പിക്കും. That means understanding the system. അതല്ല ദൈവത്തെ അറിയുന്നത്. ശമൂവേലിനെ അറിയാൻ വയ്യ. ഈ സിസ്റ്റത്തിന്റെ കീഴെ നമ്മൾ ചിന്തിക്കും, വിശ്വാസിയും ചിന്തിക്കുന്നറിയോ? ഈ സിസ്റ്റത്തിന്റെ കീഴെ ഇരിക്കുന്നുണ്ട്, ഞാൻ ദൈവമായിട്ട് എന്തോ ബന്ധമുണ്ട്. അതല്ല. എപ്പോഴെന്നറിയോ ശമൂവേലിന് ദൈവമായിട്ടുള്ള ബന്ധമുണ്ടായത്? യഹോവയായ ദൈവം അവന് വചനത്തിൽ വെളിപ്പെട്ടു. When did Samuel came to know the Lord? When he had an encounter with God. Sir, you know what is eternal life? എന്താ നിത്യജീവൻ? ദൈവത്തെ അറിയുന്നതും അവൻ അയച്ച പുത്രനെ അറിയുന്നതുമാണ് നിത്യജീവൻ. തിയോളജി അറിയുന്നതല്ല. ഈ ആരാധനയല്ല എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? Why do you come and sit and worship? ഈ ആരാധനകളും ഈ ഉപവാസ പ്രാർത്ഥനകളെല്ലാം എന്നെ ദൈവവുമായിട്ടൊരു എൻകൗണ്ടറിലേക്കല്ല കൊണ്ടുപോകുന്നെങ്കിൽ why this worship? Why I am preaching? What is my എന്റെ ലക്ഷ്യം എന്താ? ഞാൻ നിങ്ങളെ ക്രിസ്തുവുമായിട്ടൊരു മുഖാമുഖം വെളിപ്പാടിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്റെ പ്രശ്നം I am preparing you for an encounter with God. What is എന്താണ് വാഗ്ദത്തത്തിലേക്ക്?
an encounter will take me into the promise. ഞാൻ ഈ ഇവിടെ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കും. സ്തോത്രം. An encounter with God. So എൻ്റെ പ്രാർത്ഥനയോ എൻ്റെ ഉപവാസമോ ultimately, if it will not result in an encounter with God, ഞാൻ ഈ 4ാമത്തെ 5ാമത്തെ താക്കോലിലേക്ക് ഞാൻ പോകും. ഞാൻ പ്രാർത്ഥിച്ചു സാറിന് ഞാൻ കൂടുതലും ദൈവദാസന്മാരുടെ ഇടയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ സെഷൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 o'clock to 5 o'clock. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 2 ആഴ്ച ട്രിനിറ്റി എന്ന സബ്ജക്റ്റ് ആയിരുന്നു ബൈബിൾ ക്ലാസ്. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു ഏരിയയിലെ കുറേ അവിടുത്തെ IPC ചർച്ച് ഓഫ് ഗോഡ് ഉള്ളവരെല്ലാം കൂട്ടി വി ബിഗിൻ ഇറ്റ് 9 o'clock, വി ഗോ സ്ട്രൈറ്റ് ടു 5 o'clock. അപ്പോൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളായിരിക്കും കൂടുതൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം. സോ എന്നെ സംബന്ധിച്ചൊരു സ്ട്രൈറ്റ് അവേ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഞാൻ ഫൈനൽ കീയോടെ പറഞ്ഞു തരാം. The 4th one is encounter with God, and the 5th one is എഹെസ്കേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചു. ഒറ്റ വാക്യം പറഞ്ഞു അവസാനം. എഹെസ്കേലിന്റെ പുസ്തകം. അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക, മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക, നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. It's very simple. I'll put it in this way. When the Lord spoke to Ezekiel, ശ്രദ്ധിക്കണം, when the Lord spoke to Ezekiel, അടുത്ത് സംഭവിച്ചത് a spirit entered Ezekiel. ഒരു ആത്മാവ് എഹെസ്കേലിലേക്ക് കടന്ന് അവനെ എഴുന്നേറ്റ് നിർത്തുമാറാക്കി. ഇത് എന്ത് ആത്മാവാണ്? What is this spirit? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനും. That means every word, listen to me very carefully, every word that the Lord has spoken is a spirit. നന്നായി തിരിച്ചറിയണം. Every word, യേശു സംസാരിച്ച എല്ലാ വചനവും spirit. If the spirit word do not enter into me and manifest in me, then there is no പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നത്. ഞാനിങ്ങനെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നത് when this word enters into me and manifests through me. ഈ വചനം എന്നിൽ പ്രവേശിച്ച് എന്നിൽ വെളിപ്പെടണം. യേശു ദേവാലയത്തിൽ ചാട്ടവാറെടുത്ത് തന്നെ അവിടെ വിൽക്കുന്നവരെയും അവൻ കള്ളന്മാരെ പുറത്താക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ എന്താ കാണുന്നറിയുമോ? ഇറ്റ് ഈസ് വചനത്തിന്റെ വികാരമാകാണുന്നത്. വചനം ജഡമായി തീർന്നവനായിരുന്നു ക്രിസ്തു. Exactly the same way, this word, what you hear, has to enter into me and manifest in my flesh. പരിശുദ്ധ ദൈവത്തിന്റെ വചനം അതിന്റെ സകല വികാരങ്ങളോട് കൂടി എന്ത് ചെയ്യണം? പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കണ്ണുനീരോടുകൂടെ എഴുതുകയാണ്. എന്തിനാ കണ്ണുനീരോടുകൂടെ എഴുതുന്നത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കണ്ണുനീരോട് എന്ത് പൗലോസിന്റെ അമ്മായി പെണ്ണുണ്ടോ മരിച്ചുപോയോ? അതിനു വേണ്ടിയിട്ടാണോ കണ്ണുനീര്? ആരെല്ലാം മരിച്ചു പോയിട്ടാണ്? നോ, ദാറ്റ് ഈസ് ദ വേർഡ് മാനിഫെസ്റ്റിംഗ്. അതിന്റെ വികാരത്തെ ദൈവത്തിന്റെ വചനം അവനിൽ വികാരമായി വെളിപ്പെട്ടു വരിക. മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. അവൻ ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു നോക്കാം. നിങ്ങൾ ഈ സൃഷ്ടിപ്പിന്റെ ഭാഗം നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ ആക്ച്വലി ആദം ദൈവത്തിന്റെ ഒരു കോ പാർട്ട്ണറായി സകലതിനെയും സൃഷ്ടിച്ചിട്ട് ആദമിനോട് പറഞ്ഞു, എന്തോ ചെയ്യാൻ പറഞ്ഞു? സകല മൃഗങ്ങൾക്കും പേരിടാൻ പറഞ്ഞു. വാസ്തവത്തിൽ ഈ പേരിടാൻ പറഞ്ഞപ്പോൾ നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർ ചിന്തിക്കുന്ന എന്തോന്നറിയോ? ആന വന്നപ്പോൾ ആനയ്ക്ക് എന്തോ വിളിച്ചു? ആന. മയിൽ വന്നപ്പോൾ അതിനെ പേരെന്തോ ഇട്ടു? അതല്ല, പേരിടാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ
ആനയ്ക്ക് അതിന്റെ DNA കൊടുത്തത്, സ്വഭാവം കൊടുത്തത് ആരെന്നറിയാമോ? പേരെടുക്കുക എന്ന് പറഞ്ഞാൽ he gave the character. സീരിയസ് വിഷയമാണ്. എന്തുകൊണ്ടാണ് കഴുത ഓടാത്തത്? ആ ഓടുന്ന എബിലിറ്റി ആരാ കൊടുത്തത്? That is the thing. Every nature was given by Adam. ആദമനെ ദൈവം എന്ത് ചെയ്യുന്നറിയുമോ? കോ-ക്രിയേറ്റർ ആക്കി. പുതിയ നിയമത്തിലും അതല്ലേ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരാണ്. സാറേ എങ്ങനെ കൂട്ട്? ഇനി അടുത്ത ചോദ്യം, ദൈവമായിരുന്നു ഇതിന്റെ സ്വഭാവത്തെ കൊടുത്തിരുന്നെങ്കിലോ? എങ്കിലോ വ്യത്യസ്തമാകുമായിരുന്നോ? ഞാൻ ചോദിക്കുക. ഇഫ് നോ, ബിക്കോസ് എന്താണെന്നറിയോ? ആദമിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും പെർഫെക്റ്റ് സിംഗിലാണ്. സോ പെർഫെക്റ്റ്. ദൈവം ചെയ്തിരുന്നെങ്കിലും എക്സാക്ട്ലി സെയിം. പുതിയ നിയമത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് പറയാം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരനാകണമെങ്കിൽ ആഡം ദൈവത്തിന്റെ കോ-ക്രിയേറ്റർ ആയതുപോലെ our destiny is to be a co-partner. ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാർ. The first thing is I should possess the very mind of Christ. ഇന്ന് ദൈവത്തിന്റെ വചനം എന്നിൽ പ്രവേശിച്ചിട്ട് അതിന്റെ വികാരങ്ങളോട് വെളിപ്പെടുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുന്നത്. അവൻ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവൻ. See whatever I spoke, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, if at all it doesn't enter into you, ഈ വേർഡിനോടൊപ്പം തന്നെ ഈ വചനത്തോടൊപ്പം ഒരു ആത്മാവ് ചലിക്കുന്നുണ്ട്. നിങ്ങളുടെ ചെവിയിൽ ശബ്ദം കേട്ടെങ്കിലും a spirit entered into a spirit. ഈ വചനത്തോടൊപ്പം വ്യാപരിക്കുന്ന ആത്മാവ് നിന്നിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അത് പിന്നത്തേതിൽ ആ വചനം അതിന്റെ പ്രവർത്തികളോട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എല്ലാ കണ്ണുകളും അടച്ചു പ്രാർത്ഥിച്ചു. ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചു. ദൈവത്തിന്